ഹായ് എല്ലാവർക്കും EDUFOCUS മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസ് എക്സാം ആണ്. +2യുടെ കമ്പ്യൂട്ടർ സയൻസ് എക്സാം ആണ് ചൊവ്വാഴ്ച വരാൻ പോകുന്നത്. അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കാണുന്നതാണ് ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഈ ഒരു ലൈവ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് ഒന്നും പഠിച്ചില്ല എന്നുള്ള ആളുകളുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, നിങ്ങളിങ്ങ് വന്നോളി. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റും. കാരണം ഇതൊരു വല്ലാത്ത നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ശരിക്കും നിങ്ങൾ ഒന്നും അറിയാതെ കയറി വന്നു കഴിഞ്ഞാൽ A+ വരെ തിരിച്ചു പോകാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പാണ് ഞാനിവിടെ തരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് വലിച്ചു നീട്ടി നമ്മുടെ സമയം കളയാനില്ല. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ലൈവിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും അവർക്ക് കൂടെ ഞാൻ വെൽക്കം പറയുകയാണ്. ഓക്കെ, നമുക്ക് ടൈം വേസ്റ്റ് ആക്കാനില്ല, നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ ഇതിനകത്ത് ഞാൻ തൊട്ട് മുമ്പ് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെയാണ്. ഓക്കെ, നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്, സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്നുള്ളതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ പാഠത്തിൻ്റെ പേര് നമുക്ക് പറയുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യം അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. സ്ട്രക്ചർ എന്താണെന്നും പോയിന്റർ എന്താണെന്നും. അപ്പം ഈ സ്ട്രക്ചർ എന്താണെന്നും പോയിന്റർ എന്താണെന്നും അറിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതൊന്ന് ജസ്റ്റ് നോട്ട്സ് നോക്കിയിട്ട് വരാം. നമ്മൾ ഒരുപാട് മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല. അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. Structure is a user-defined data type to represent a collection of different types of data type under a common name. ഇത് നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് ഒരു ID കാർഡ് നമ്മൾ സങ്കല്പിക്കുക. നമ്മുടെ സ്കൂളിലുള്ള ഒരു ID കാർഡ് സങ്കല്പിക്കുക. അതിനകത്ത് നെയിം ഉണ്ടായിരിക്കും, റോൾ നമ്പർ ഉണ്ടായിരിക്കും, ഫോൺ നമ്പർ ഉണ്ടായിരിക്കും, അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്താ പറയല്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റ ടൈപ്സിനെ നമ്മൾ എന്താണ് ഒരു കോമൺ നെയിമിൽ പറയുന്ന പേരാണ് ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി കാർഡിനെ പറയുന്ന പേരാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ കീവേഡ് എന്ന് പറയുന്നത് സ്ട്രക്റ്റ് ആണ്. അപ്പോൾ ഇത് 1 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു 1 വേർഡ് ചോദ്യമാണ് സ്ട്രക്റ്റ് എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. സ്ട്രക്ചർ എന്നാൽ എന്താണ്, യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ആണ്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. അടുത്തെന്താണ്, ടു റെപ്രസെൻറ്റ് എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ടൈപ്പ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളക്ഷൻ ഓഫ് ഡേറ്റ ടൈപ്സിനെ നമ്മൾ എന്താണ് ഒരു കോമൺ നെയിമിൽ പറയുന്നതിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള ഒരു ചോദ്യമാണ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്താണ്. സ്ട്രക്ചർ ചോദിക്കുമ്പോൾ അതിനകത്ത് നെക്സ്റ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്ട്രക്ചർ ചോദിച്ചില്ലെങ്കിൽ പോലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്താണെന്നുള്ളത്. നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, ഒരു കൂട്. ഓക്കെ, അതിനകത്ത് 2 കിളിക്കുഞ്ഞുങ്ങൾ ഇരിക്കുന്നതെന്ന് വെച്ചോളി. ഓക്കെ, അപ്പോൾ ഇതൊരു കിളിക്കുഞ്ഞാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഒരു സ്ട്രക്ചറിനകത്ത് മറ്റൊരു സ്ട്രക്ചർ ഇരിക്കുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിനെയാണ് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമ്മൾ പറയും എ സ്ട്രക്ചർ ഇൻസൈഡ് അനദർ സ്ട്രക്ചർ ഈസ് നെസ്റ്റഡ് സ്ട്രക്ചർ. ഓക്കെ, ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനകത്ത് മറ്റൊരു സ്ട്രക്ചർ വരുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് മെയിനായിട്ടും ചോദിക്കും, നമ്മൾ ഒന്നും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ടും ഓർത്ത് വെച്ചിരിക്കാൻ പറ്റുന്ന 2 ചോദ്യങ്ങളാണ് അറേ വേഴ്സസ് സ്ട്രക്ചർ. അറേ എന്താണെന്നും സ്ട്രക്ചർ എന്താണെന്നും. നമ്മൾ സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ പാഠത്തിന്റെ പേരിൽ തന്നെ നമുക്കുണ്ടായിരുന്നു, ചോദ്യം ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ നോക്കി. ഇനി നമുക്ക് കുറച്ചുകൂടെ നമുക്ക് എന്താണ് ടേബിൾ വൈസ് ആയിട്ട് നോക്കാം. അറേ എന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് +1 നമ്മൾ ഫസ്റ്റ് ടൈമിലൊക്കെ ഒരു ചാർട്ട് വരെ കോളം വരച്ചൊക്കെ പഠിക്കുന്ന ഒരു സംഭവമാണ്. അത് നമുക്കിപ്പോൾ വീണ്ടും പഠിച്ച് ബോറാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം നോക്കാം. ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. ഓക്കെ, സ്ട്രക്ചർ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ആണ് നമ്മൾ ഫസ്റ്റ് ചോദ്യത്തിൽ പഠിച്ചായിരുന്നു, അത് നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പം അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അറേ എന്ന് പറയുന്നത്, ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ എലമെന്റ്സ് ഓഫ് എൻ അറേ ആർ റെഫറൻസ്ഡ്. അപ്പം ഒരേ ടൈപ്പ് ഓഫ് ഡേറ്റ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ID കാർഡിന്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നെയിം ഉണ്ടാവും, റോൾ നമ്പർ ഉണ്ടാവും, അഡ്രസ്സ് ഉണ്ടാവും. ഇതൊക്കെ ഒരേ ടൈപ്പ് ഓഫ് ഡേറ്റയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ID കാർഡിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പം ID കാർഡ് നമുക്ക് അങ്ങനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ അറേ എന്ന് പറയുമ്പോൾ സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ, അതാണ് അറേ എന്ന് പറയുന്നത്. അപ്പം സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റ, പക്ഷേ എങ്കിലും നമ്മൾ എന്താണ് ഒരു കോമൺ നെയിമിൽ പറയും. അതിന് നമുക്ക് എന്തെന്ന് പറയാം, ഇവിടെ സ്കൂളുണ്ട്, ഇവിടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു കടയുണ്ട്, അതിൻ്റെ ബാക്കിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വേണം എന്തെന്ന് പറയാം, നമ്മുടെ സറൗണ്ടിങ്സിലുള്ള കാര്യമാണ് അല്ലേ. അപ്പം ഈ 3 കാര്യങ്ങളെ നമുക്ക് ഒറ്റ പേരിൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് പരസ്പര ബന്ധമില്ലാത്ത 3 കാര്യങ്ങൾ നമുക്ക് ഒറ്റ പേരിൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ സ്ട്രക്ചർ എന്ന് പറയുന്നു. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ ഒറ്റ പേരിൽ പറയുന്നതിനെ അറേ എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. വേണമെങ്കിൽ ഒരു കൂടെ നമുക്കിത് റിവൈസ് ചെയ്യാം. ഇപ്പം ലൈവിൽ പുതുതായിട്ട് വന്ന ആളുകളൊക്കെ ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം സ്ട്രക്ചർ അതിന്റെ പോയിന്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പാഠത്തിന്റെ പേരാണ്. സ്ട്രക്ചർ എന്നാൽ എന്താണ്, 1 മാർക്കിന്റെ ചോദ്യം ഷുവർ ആണ്. സ്ട്രക്ചർ ഈസ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ടു റെപ്രസെന്റ് എ കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റ അണ്ടർ എ കോമൺ നെയിം. ഓക്കെ, അപ്പം ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞതിന് ശേഷം 1 മാർക്കിന്റെ നെക്സ്റ്റ് ചോദ്യമാണ് സ്ട്രക്ട് എന്ന് പറയുന്നതിന്റെ കീവേഡ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെസ്റ്റഡ് സ്ട്രക്ചർ. ഇതിനകത്ത് നമുക്ക് സ്പീഡ് കൂടുന്നുണ്ടെങ്കിലും പറയാട്ടോ. ഓക്കെ, അപ്പം നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, സ്ട്രക്ചർ ഇൻസൈഡ് അനദർ സ്ട്രക്ചർ ഈസ് നിയർ നെസ്റ്റഡ് സ്ട്രക്ചർ. ഓക്കെ, ഇനി അടുത്ത് നെക്സ്റ്റ് പറയുന്നത് അറേ എന്നും സ്ട്രക്ചർ എന്നും പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. ഇത് സ്പീഡായിട്ട് തോന്നുന്നവർക്ക് ഞാനൊരു കാര്യം പറയാം. നിങ്ങളാണെങ്കിൽ എന്താണ്
ഇതിന് തൊട്ട് മുന്നേ ഞാൻ റിവൈസ് ചെയ്ത് പറയുന്നതിന് നമുക്ക് വീണ്ടും ഞാൻ റിവൈസ് ചെയ്യും, കാരണം റെപ്പറ്റീഷൻ ആണ് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്താണ് തൊട്ട് മുന്നേ ഞാൻ പതുക്കെ പറയുന്നതിനെ നിങ്ങളൊന്ന് കേട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ടാപ്പ് അടിച്ച് സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ ഏത് ടോപ്പിക്കിലാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് സമയങ്ങൾ കളയാൻ നമുക്ക് ആവശ്യമില്ല, നമുക്ക് അതിനുള്ള നേരവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കാര്യം പറഞ്ഞത്. ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും പഠിച്ചെടുക്കാനായിട്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ഇനി നമ്മൾ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പാഠത്തിന്റെ പേരായിരുന്നു. അപ്പോൾ എന്താണ് പോയിന്റർ എന്നും കൂടെ നമ്മൾ നോക്കേണ്ടിയുണ്ട്. പോയിന്റർ എന്ന് പറയുമ്പോൾ പോയിന്റർ ഈസ് എ വേരിയബിൾ ദാറ്റ് ക്യാൻ ഹോൾഡ് ദ അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. അപ്പം അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളൊരു ഫോൺ എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് എന്താണ് ക്യാമറ എന്ന് പറഞ്ഞ് കാണും, അതിനകത്ത് ഹോം എന്ന് പറഞ്ഞ് കാണും, ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ് കാണും. അപ്പം ഈ ഒരു പാത്ത് ഓഫ് വേ നമുക്ക് സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു പാത്ത് ഓഫ് വേ എവിടെയാണ് ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു മീനിങ്. അപ്പം ഈ ക്യാമറ എന്നുള്ള സ്ഥലത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതിൽ കാണുമ്പോൾ അതിന് തൊട്ട് മുന്നേ ഉള്ളത് എവിടെയാണെന്നൊരു ക്ലൂ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അതിന് നെക്സ്റ്റ് ഉള്ളത് എവിടെയാണെന്നുള്ളൊരു ക്ലൂ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ക്ലൂ വെക്കുന്നതിനെയാണ് നമ്മൾ പോയിന്റർ എന്ന് പറയുന്നത്. അപ്പം പോയിന്റർ ഈസ് എ വേരിയബിൾ that can hold the address of a memory location. ഇതിന് തൊട്ട് മുന്നേ ഉള്ള മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ്സിനെ നമുക്ക് അതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു ലൂപ്പ് ഒരു എന്താണ് ഒരു ക്ലൂ. ഓക്കെ, ആ ക്ലൂ തന്നെയാണ് ഇതിന്റെ പോയിന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ക്ലൂ വെച്ച് അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതിനെയാണ്, മെമ്മറി ലൊക്കേഷനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് പോയിന്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എത്ര ടൈപ്പ് ഓഫ് പോയിന്റേഴ്സ് ഉണ്ട്? മെമ്മറി അലോക്കേഷൻ ഉണ്ട്, ഡൈനാമിക് ഓപ്പറേറ്റർ ഉണ്ട്. ഇതൊന്നും നമ്മൾ ജസ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഡൈനാമിക്കും ഉണ്ട്. 2 types of memory allocation. The memory allocation before the execution, സ്റ്റാറ്റിക് മെമ്മറിയും ഡൈനാമിക് മെമ്മറി നമ്മുടെ മെയിൻലി ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, നമുക്കതിനെ വേർതിരിച്ച് ഒരുപാടായിട്ടൊന്നും ആരും ചോദിക്കാറില്ല. അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ദ മെമ്മറി അലോക്കേഷൻ ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം. നമ്മളൊരു പ്രോഗ്രാം എഴുതിയിട്ട് അതിന്റെ എക്സിക്യൂഷന് മുമ്പായിട്ട് നമ്മൾ മെമ്മറി സ്റ്റോർ ചെയ്യുന്നതിനാണ് സ്റ്റാറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദ റൺ ടൈം നമ്മളൊരു പ്രോഗ്രാം, നിങ്ങൾ പ്രോഗ്രാമിൽ കമ്പ്യൂട്ടറിന്റെ ആ ഒരു പ്രാക്ടിക്കൽ എക്സാം ഒക്കെ എഴുതിയ ആളുകളായിരിക്കും അല്ലേ. അപ്പം ആ ഒരു പ്രോഗ്രാം കോഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ് ആവുന്ന മെമ്മറി സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ് സ്റ്റാറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. നിങ്ങൾ റൺ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഡ്യൂറിങ് ദ റൺ ടൈമിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റോറിംഗ് മെമ്മറി അലോക്കേഷനെയാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മെമ്മറി ലീക്ക്. ഇത് വളരെയധികം ഒരുപാട് ചോദ്യപേപ്പറുകളിൽ ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. മെമ്മറി ലീക്ക് എന്നാൽ എന്താണ്? അപ്പം നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ഒരു വാട്ടർ ലീക്ക് പോലത്തെ ഒരു സാധനമായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കല്. പക്ഷെ അതുപോലെ തന്നെയാണ്, എങ്കിലും നമ്മളൊരു സയന്റിഫിക്കലി അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് നമ്മളൊരു ഉത്തരം അവർക്ക് കൊടുക്കേണ്ടിയുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ മെമ്മറി ലീക്ക്. ഇഫ് ദ മെമ്മറി അലോക്കേറ്റഡ് യൂസിങ് ന്യൂ ഓപ്പറേറ്റർ ഈസ് നോട്ട് ഫ്രീഡ് യൂസിങ് ഡിലീറ്റ് എ പാർട്ട് ഓഫ് ദ മെമ്മറി സീംസ് ടു ഡിസപ്പിയർ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ആവശ്യമില്ലാത്ത നമ്മളിപ്പോൾ ഒരു മെമ്മറി അതിനകത്ത് അലോക്കേറ്റ് ആയി കിടക്കുന്നുണ്ട്, അത് നമ്മൾ അൺയൂസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്, നമുക്ക് അതിന് ആവശ്യമില്ല. എങ്കിലും നമ്മൾ എവരി റൺ, അപ്പം നമുക്ക് റൺ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും നമുക്ക് അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റ് ആയി പോകും അല്ലെങ്കിൽ ഡിസപ്പിയർ ആയി പോകും. ഈ ഒരു കാര്യങ്ങൾ എഴുതി വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഇഫ് ദ മെമ്മറി അലോക്കേറ്റഡ് യൂസിങ് ന്യൂ ഓപ്പറേറ്റർ ഈസ് നോട്ട് ഫ്രീഡ് യൂസിങ് ഡിലീറ്റ് എ പാർട്ട് ഫ്രം ദ മെമ്മറി സീംസ് ടു ഡിസപ്പിയർ ഓൺ എവരി റൺ ടൈം ഓഫ് ദ പ്രോഗ്രാം. ദിസ് സിറ്റുവേഷൻ ഈസ് നോൺ ആസ് മെമ്മറി ലീക്ക്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോഗ്രാമിൽ മെമ്മറി അലോക്കേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഒരു മെമ്മറി അത് സ്റ്റോർ ആയിട്ടുണ്ട്, അത് നമ്മുടെ കറന്റ്ലി ഉള്ള ആവശ്യങ്ങൾക്ക് അത് യൂസ് ആകുന്നില്ല, നമുക്ക് എന്തെങ്കിലും ഡേ ടു ഡേ ലൈഫിൽ അത് യൂസ് ആകുന്നില്ല, അത് അവിടെ കിടന്ന് ഇല്ലാണ്ടായി പോകുന്ന ഒരു അവസ്ഥയിൽ അതിനെയാണ് നമ്മൾ മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കാര്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നെസ്റ്റഡ് സ്ട്രക്ചർ നമ്മൾ പഠിച്ചു, അടുത്ത അറേയും പോയിന്ററും ഒക്കെ പഠിച്ചു. ഇതിനൊക്കെ ശേഷം കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന മെയിൻ കാര്യമാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ മെയിൻലി ഈ കമ്പ്യൂട്ടർ എക്സാമിനകത്ത് നിങ്ങൾക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാന്നായി കഴിഞ്ഞാൽ ആ ഒരു ചോദ്യത്തിൽ തന്നെ നമുക്കൊരു ക്ലൂ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു പേരുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചോളാം. പക്ഷേ ഈ ഒരു ലൈവ് കാണുന്ന ഒറ്റ മനുഷ്യൻ ഇതിനകത്തുള്ള കാര്യം അല്ലാണ്ട് എഴുതാൻ പാടില്ല. അപ്പം ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഈ ലൈവ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു പാഠം ഇവിടെ വെച്ച് തീരുകയാണ്. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് മെയിൻലി ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യും. ഇതിനുശേഷം നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നാളെ രാവിലെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ 3 എക്സാം
എഴുതിയതിന് തുല്യമാണ്. ഓക്കെ, അപ്പം ആ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ വഴിയുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ബുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്തുനിന്ന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പുറത്തുനിന്ന് എടുത്ത് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താണ്? സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഈസ് എ സ്ട്രക്ചർ ഇൻ വിച്ച് വൺ ഓഫ് ദ എലമെന്റ് ഈസ് ഇൻ എ പോയിന്റർ ടു ദ സെയിം സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിനകത്ത് ഒരു പോയിന്റർ ഉണ്ട്. ആ പോയിന്റർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? തൊട്ട് മുന്നേ ഉള്ള ഒരു മെമ്മറി അലോക്കേഷനെ നമ്മൾ സൂചിപ്പിക്കുന്ന ക്ലൂവിനെയാണ് നമ്മൾ പോയിന്റർ എന്ന് പറഞ്ഞത് അല്ലേ. അപ്പം അതിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെ തന്നെയാണ്. ഇപ്പം ഒരു സർക്കിൾ വരച്ചിട്ട് ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയും വന്നു കഴിഞ്ഞാൽ ഇതിനെങ്ങനെയാണ്? ഇപ്പം ഇത് സ്ട്രക്ചർ ആണെന്ന് വെച്ചോളി, ഇത് പോയിന്റർ ആണെന്ന് വെച്ചോളി, അടുത്ത് ഇത് വീണ്ടും സെൽഫ് സ്ട്രക്ചർ ആണ്. അപ്പം അതിനെ തന്നെയാണ് വീണ്ടും ചുറ്റി സർക്കിൾ പോലെ സൈക്ലിംഗ് പോലെ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സെൽഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഓരോ ക്ലൂ വെച്ച് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഈ അവസാന നിമിഷത്തിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ നോക്കുക. അപ്പം സ്ട്രക്ചറിന്റെ കോഡ് എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രക്റ്റ്. ഓക്കെ, സ്ട്രക്ചർ ആണ് അതിന്റെ കീവേഡ്, കോഡല്ല കീവേഡ്. കീവേഡ് എന്നേ അതിൽ ചോദിക്കുകയുള്ളൂ. അവർ ഓൺവേർഡിൽ കീവേഡ് എന്ന് ചോദിക്കും. അത് സ്ട്രക്റ്റ് ആണ്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. സ്ട്രക്റ്റ് വേണമെങ്കിൽ നമുക്ക് തൊട്ട് മുന്നേ ഉള്ള ചോദ്യങ്ങളിലും സ്ട്രക്റ്റിനെ കാണാൻ സാധിക്കും. അപ്പം അത് നിങ്ങൾ നോക്കി വെച്ചോളൂ. ഇതോടുകൂടെ നമുക്ക് നെക്സ്റ്റ് പാഠത്തിലേക്ക് കടക്കേണ്ട സമയമായിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ പാഠമാണ് കോൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. കോൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിനകത്ത് വരുന്നത് വളരെ ലിമിറ്റേഷൻ അനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതാണ് നമ്മൾ ആദ്യം നോക്കാനുള്ളത്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, OOP പാരഡിഗം. ഓക്കെ, ഒരു നെറ്റിൻ്റെ ഇഷ്യൂ വന്നതാണ്. ഓക്കെ, അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ലൈവിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാവോ? കേൾക്കാൻ പറ്റുന്നുണ്ടെന്നോ കാണാൻ പറ്റുന്നുണ്ടെന്നോ എന്തെങ്കിലും. കാരണം ഒരു റിപ്ലൈയും വരാറില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇവിടെ ഇപ്പോൾ ക്ലിയർ ആയിട്ടാണ് കാണിക്കുന്നത്. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ടൈം ഇല്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം അഡ്വാൻറ്റേജസ് ഓഫ് OOP എന്നാണ് ചോദിക്കുന്നത്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ് OOP എന്ന് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, അപ്പം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ് OOP. ഫുൾ ഫോം ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. OOP എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. OOP പ്രൊവൈഡ്സ് എ ക്ലിയർ മോഡുലാർ സ്ട്രക്ചർ ഫോർ പ്രോഗ്രാംസ്. അപ്പം ഈ OOP എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ഇതിനകത്ത് അതെന്താണെന്ന് ആരും ചോദിക്കാറില്ല. ഇതും വേറൊരു സംഭവമായിട്ട് കമ്പയർ ചെയ്യാനായിട്ടാണ് ചോദിക്കുന്നത്. അതാണ് മെയിൻലി ചോദിച്ചു വരുന്ന ചോദ്യങ്ങൾ. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യത്തിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, OOP പ്രൊവൈഡ്സ് എ ക്ലിയർ മോഡുലാർ സ്ട്രക്ചർ ഫോർ പ്രോഗ്രാംസ്. കാരണം OOP പ്രൊവൈഡ്സ് എ ക്ലിയർ ഒരു സ്ട്രക്ചർ, ഒരു ആൽഗോരിതം നമ്മൾ എഴുതുമ്പോൾ അതിനൊരു ക്ലിയർ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ക്ലിയർ ആയിട്ടും ഈ OOP ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് നമുക്ക് തരും. അപ്പം അത് തരാത്ത ഒരാളും കൂടെ ഇതിനകത്ത് ഉണ്ടായിരിക്കണമല്ലോ, അവരെ നമ്മൾ പിന്നെ കാണും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരാളൊന്ന് കാണേണ്ടിയുണ്ട്. അപ്പം അതിൽ നമുക്ക് വളരെയധികം പ്രയാസപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ക്ലിയർ ആയിട്ട് പഠിക്കുന്നത്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് പ്രൊവൈഡ്സ് എ ക്ലിയർ മോഡുലാർ സ്ട്രക്ചർ ഫോർ പ്രോഗ്രാംസ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് നമുക്ക് എന്ത് തരുന്നു? ഒരു ക്ലിയർ സ്ട്രക്ചർ തരുന്നു. ഒരു പ്രോഗ്രാമിന്റെ ക്ലിയർ സ്ട്രക്ചർ നമുക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് തരുന്നുണ്ട്. ഇറ്റ്സ് ഈസ് ഗുഡ് ഫോർ ഡിഫൈനിങ് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്സ്. ഡാറ്റ ടൈപ്സിനെ അബ്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് ഇത് വളരെ സഹായകരമാണ്, അല്ലെങ്കിൽ നല്ലൊരു മെത്തേഡാണ്. ഓക്കെ, ഡാറ്റ ഈസ് ഹിഡഡ് ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ്. പുറത്തുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഇത് നമുക്ക് ചെയ്യുന്നത് വളരെ സെക്യൂർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാനായിട്ട് പറ്റും. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഈസ് സെക്യൂർ എന്ന് എഴുതി കഴിഞ്ഞാലും ഈ ഒരൊറ്റ പോയിന്റിന് നമുക്ക് ഉത്തരവായിരിക്കും. അപ്പം ഡാറ്റ ഈസ് ഹിഡൻ ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ്. ഔട്ട്സൈഡ് വേൾഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരാൾക്കാണെങ്കിൽ ആക്സസ് ചെയ്ത് ലൈവ് ഇടാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അത് തന്നെയാണ് നമുക്കൊരു സെക്യൂർ വേൾഡ് എന്ന് പറയുന്നത്. ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും, അല്ലാതൊന്നും നമുക്ക് ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. നോർമലി ആർക്കും പറ്റില്ലല്ലോ, അത് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഇത് സെക്യൂർ ആണ്, നമുക്ക് പുറത്തുനിന്നുള്ള ഒരാൾക്ക് ഇത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതല്ലാത്ത ഒരാളും കൂടെ ഉണ്ടാവണമെന്ന്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് 3 പോയിന്റും കൂടെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് നോക്കാം. കാരണം ഒരു 2 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ 4 പോയിന്റുകൾ എഴുതിയാൽ മതിയാവും. എങ്കിലും നമ്മൾ 6 പോയിന്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ 6 പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 3 മാർക്കിന് ചോദിച്ചാലും നമുക്കത് എഴുതി വെക്കാമല്ലോ. അപ്പം
കോഡ് മെയിൻ്റെനൻസ് ഈസ് ഈസി. അപ്പം കോഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടെങ്കിൽ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ജാവ ഉണ്ട്, C++ ഉണ്ട്. ഓക്കെ, അപ്പം അതുപോലെ ഒരുപാട് കോഡിംഗ് ഉണ്ട്. പക്ഷെ അതിലൊക്കെ നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് പൈത്തൺ ആയിരിക്കും. ചിലർക്ക് പലതും ഡിഫറൻസ് ആയിരിക്കും, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പം അതുപോലെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ക്യാൻ ബി മോഡൽഡ്. റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇറ്റ് ക്യാൻ ഡിഫൈൻ ന്യൂ ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേഷൻസ്. ഇത് ഈ റിയൽ ലൈഫിന്റെ ആ ഒരു കാര്യം തന്നെയാണ് നമ്മൾ തൊട്ട് മുന്നേ ഉള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. ഞാൻ പറഞ്ഞ അത്ര എക്സാമ്പിൾസ് നമ്മുടെ റിയൽ ലൈഫിലുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഓർമ്മ നിൽക്കുമെന്നും എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം അത് നമുക്ക് ഇതിനകത്താണെങ്കിൽ കമ്പൈൻ ചെയ്ത് നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. റിയൽ ലൈഫിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ കൂടുതൽ അതിനകത്ത് കൊടുത്തിരുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻ ന്യൂ ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേഷൻസ്. ഇതിനകത്ത് നമുക്ക് ന്യൂ ഡാറ്റ ടൈപ്പും ഓപ്പറേഷൻസും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് പറ്റാത്ത സാധനങ്ങളും ഉണ്ട്, അത് നമുക്കിപ്പോൾ ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഓടിച്ച് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നോക്കാം. നമുക്ക് ആദ്യം മെയിൻലി ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇനി അടുത്ത് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന് കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് ഉണ്ട്, അതിനെയാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ആദ്യം ഹെഡിങ്ങുകൾ നോക്കാം. ഒബ്ജക്ട്സ്, ക്ലാസ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻകാപ്സുലേഷൻ, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ്. ഇതോടുകൂടെ ഇത് അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ഒരു പാഠമല്ല തീരുന്നത്, ഈ ഒരു ടോപ്പിക്കാണ് ഇവിടെ തീരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പേരിൽ നിന്ന് തന്നെ ഇതിന്റെ ഡെഫിനിഷൻ എഴുതാനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ആൻഡ് ഒബ്ജക്റ്റ് ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് ഡേറ്റ ആൻഡ് അസോസിയേറ്റഡ് ഫംഗ്ഷൻ ഇൻ സിംഗിൾ യൂണിറ്റ്. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വസ്തുവിനെ നമുക്ക് എന്താണ് അതിന്റെ അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ സിംഗിൾ മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കി അതിനൊരു ഫംഗ്ഷൻ ആക്കി മാറ്റുന്ന, സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റുന്നതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ. ഒബ്ജക്റ്റ് ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് ഡേറ്റ. കാരണം ഒരു സാധനത്തിനെ നമ്മൾ എന്താണ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ ഒരുപാട് ഡേറ്റാസിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് ഫംഗ്ഷൻ ഇൻടു എ സിംഗിൾ യൂണിറ്റ്, ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്ലാസ് ഈസ് എ പ്രോട്ടോടൈപ്പ് ദാറ്റ് ഡിഫൈൻസ് ദ സ്പെസിഫിക്കേഷൻ കോമൺ ടു ഓൾ ഒബ്ജക്ട്സ് ഓഫ് എ പർട്ടിക്കുലർ ടൈപ്പ്. ഓക്കെ, ക്ലാസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോടൈപ്പ് ആണ്. ദാറ്റ് ഡിഫൈൻ ദ സ്പെസിഫിക്കേഷൻ ടു കോമൺ ടു ഓൾ ഒബ്ജക്ട്. എല്ലാ ഒബ്ജക്റ്റുകൾക്കും ഒരു പർട്ടിക്കുലർ ടൈപ്പ് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. ഒബ്ജക്ട്സ് ഓഫ് ദ ക്ലാസ് ആർ കാൾഡ് ഇൻസ്റ്റൻസസ്. ഇൻസ്റ്റൻസസ് എന്താണെന്ന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പറയാം ഒബ്ജക്ട്സ്. അപ്പം ക്ലാസ് എഴുതണം, നമുക്ക് ഒബ്ജക്ട്സ് ഓഫ് എ ക്ലാസ് ആർ കാൾഡ് ഇൻസ്റ്റൻസസ് എന്ന് നമ്മൾ എഴുതി കൊടുക്കേണ്ടതുണ്ട്. അടുത്ത് നമുക്ക് നെക്സ്റ്റ് പറയേണ്ടതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഒബ്ജക്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, ക്ലാസ് എന്താണെന്ന് പഠിച്ചു, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്താണെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. ഇറ്റ് റെഫേഴ്സ് ടു ദ ആക്ട് ഓഫ് ഷോയിങ് ഓൺലി ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ആൻഡ് ഹൈഡിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ്. അപ്പോൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു OOP എന്ന് പറയുന്നത് വളരെ സെക്യൂർ ആണെന്നുള്ളൊരു കാര്യം. അത് നമ്മൾ പറയുമ്പോൾ തന്നെ പറയണം, അതിനകത്ത് ആവശ്യമുള്ള ഫീച്ചേഴ്സ്, എസെൻഷ്യൽ ഫീച്ചേഴ്സിനെ മാത്രം നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്തിട്ട് ഹൈഡിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ്, പുറത്തുള്ള വേൾഡിൽ നിന്നും ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ലൈവിന് പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നില്ലല്ലോ. ആവശ്യമുള്ള ലൈവ് ഫ്രണ്ടിലുള്ള പേജ് മാത്രമല്ലേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. അതാണ് ശരിക്കും നമ്മുടെ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. എസെൻഷ്യൽ ഫീച്ചേഴ്സിനെ മാത്രം പുറത്തുള്ളവർക്ക് കാണിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ സെക്യൂർ ആക്കി വെക്കുന്നതിനെയാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ഡാറ്റ എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ട്സ് ഓഫ് ദ ബൈൻഡിങ് ഡാറ്റ ആൻഡ് അസോസിയേഷൻ ഫങ്ഷൻ ടുഗദർ ഇൻ എ സിംഗിൾ യൂണിറ്റ് സോ ദാറ്റ് ഇറ്റ് ഈസ് സേഫ് ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ്. സെയിം ആ കാര്യം തന്നെയാണ്, കാരണം ഇത് രണ്ട് റിലേറ്റഡ് ആണ്. നമുക്ക് വേണമെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും. എവിടെ പോയി? ഓക്കെ, ഈ ക്ലാസ് എന്ന് പറയുന്നത് ഡിഫൈൻസ് ദ ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് ഡേറ്റ ആൻഡ് അസോസിയേറ്റഡ് ഫംഗ്ഷൻ ഇൻ സിംഗിൾ യൂണിറ്റ്. ഇതിനെ തന്നെയാണ് ഈ ഡാറ്റ എൻകാപ്സുലേഷനിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ആക്ടിങ് ദ ബൈൻഡിങ് ഡേറ്റ ഓഫ് അസോസിയേറ്റഡ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനുകളും അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ചെറിയ സിംഗിൾ യൂണിറ്റുകൾ, ഈ ഒരു ഫംഗ്ഷൻസിനെ നമ്മൾ ചേർത്തൊരു സിംഗിൾ യൂണിറ്റ് ആക്കി അതിനെ പുറത്തുള്ളവരിൽ നിന്നും ഒളിച്ചു വെക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഔട്ട്സൈഡ് വേൾഡിൽ നിന്നും ഇന്റർഫറൻസ് ചെയ്ത് വെക്കുന്നതിനെയാണ് ഡാറ്റ എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമുള്ള കാര്യങ്ങളെ നിങ്ങളുടെ അതിലേക്ക് എത്തിച്ചു വരുന്നു. ഓക്കെ, എസെൻഷ്യൽ ഫീച്ചേഴ്സിനെ നിങ്ങളിലേക്ക് ഷോയിങ് ചെയ്യുന്നു. എൻകാപ്സുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആവശ്യമുള്ളതും അനാവശ്യമായിട്ടുള്ളതും എല്ലാത്തിനെയും നമ്മൾ എന്താണ് പുറത്തുള്ളവരിൽ നിന്നും ഒളിച്ചു വെക്കുന്നു. ഓക്കെ, അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്ത് മോഡുലാരിറ്റി. ഇറ്റ് ഈസ് എ ആക്ട് ഓഫ് പാർട്ടീഷനിങ് a program in your independent modules which can be later be linked together to build the complete software. അപ്പം ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് എന്തിനെയാണ്? PC-നെയാണ്. PC എന്ന് പറയുമ്പോഴത്തേക്കും ലാപ്ടോപ്പ് അല്ല PC, കമ്പ്യൂട്ടർ. ഓക്കെ, ഇതിൽ മോണിറ്റർ ഉണ്ട്, CPU ഉണ്ട്, മൗസ് ഉണ്ട്, UPS ഉണ്ട്. അപ്പം അതുപോലെ മോണിറ്റർ, കീബോർഡ്, UPS, മൗസ്. അപ്പം ഈ ഒരു സംഭവങ്ങളിനെയൊക്കെ എല്ലാം നമുക്ക് പീസാക്കി മാറ്റാനായിട്ട് പറ്റും അല്ലേ? ലാപ്ടോപ്പിൽ നടക്കുമോ? ലാപ്ടോപ്പിൽ അത് നടക്കൂല. അപ്പം ഈ ഒരു കാര്യത്തിന് നമ്മൾ പീസാക്കി മാറ്റി വെക്കുന്നത് എന്തിനാണ്?
പിന്നീട് ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിനൊക്കെ കൂടെ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ PC കിട്ടൂലേ. ഇത് തന്നെയാണ് നമ്മുടെ മോഡുലാരിറ്റിയിലും ചെയ്യുന്നത്. നമ്മളൊരു പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിനെ ഒരു വലിയ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അതിനൊരു 10 പീസായിട്ട് കട്ട് ചെയ്ത് മുറിച്ച് മാറ്റിയതിന് ശേഷം അതിനെ ഓരോന്നിനെയും ഓരോ ഫോൾഡറിൽ നമ്മളിങ്ങനെ സേവ് ആക്കിയിടും. എന്നിട്ട് നമുക്ക് പിന്നീട് ആവശ്യമുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി അതിനെ ഔട്ട്പുട്ട് ആക്കി നമ്മൾ യൂസ് ചെയ്യുന്നു. ഇത് തന്നെയാണ് മോഡുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ ആക്കി അതിനെ മാറ്റുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കേസ് അല്ലേ. അടുത്ത നെക്സ്റ്റ് നമുക്ക് എന്താ പറയാനുള്ളത്, ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഒബ്ജക്ട്സ് ഓഫ് ഓൺ ക്ലാസ് അക്യൂർ പ്രോപ്പർട്ടീസ് ആൻഡ് ഫംഗ്ഷനാലിറ്റീസ് ഓഫ് അനദർ ക്ലാസ്. ദ ക്ലാസ് ഫ്രം വിച്ച് അനദർ ക്ലാസ് is derived class, base class or super class. The class which acquires properties and functionalities from another class is called a derived class or subclass. ഇത്ര ഒന്നും തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ആകെ വരുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതൊരു പ്രോസസ് ആണെന്ന് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ്. നമ്മളിപ്പം ഒരു ഫിസിക്സിലാണെങ്കിൽ ഒരു ലോ പറയുമ്പോഴത്തേക്കും ന്യൂട്ടൺസ് ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം എഴുതി വെക്കുന്നത് എന്താണ്, ദ ലോ സ്റ്റാറ്റ്സ് ദാറ്റ്. ഒരു കുന്തം അതിനകത്ത് ഉള്ളത് അറിഞ്ഞൂടായിരിക്കും, എങ്കിൽ പോലും നമ്മൾ എഴുതി വെക്കും ദ ലോ സ്റ്റാറ്റ്സ് ദാറ്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് ബാക്കി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും വീണ്ടും അങ്ങ് എഴുതി വെക്കും. അതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോ സ്റ്റാറ്റ്സ് ദാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും അതൊരു ലോ ആണ് എന്ന് മനസ്സിലാവുന്ന രീതിയിലൊരു സാധനമാണ്. എങ്കിൽ ഇൻഹെറിറ്റൻസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എഴുതി വെക്കുക, ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഒബ്ജക്ട്സ് ഓഫ് വൺ ക്ലാസ് അക്യൂർസ് ഒബ്ജക്ട് അക്യൂർസ് പ്രോപ്പർട്ടീസ് ആൻഡ് ഫംഗ്ഷനാലിറ്റീസ് ഓഫ് അനദർ ക്ലാസ്. ഒരു ക്ലാസ് നമ്മൾ പറഞ്ഞു, അത് മറ്റൊരു ക്ലാസിന്റെ ഫംഗ്ഷനാലിറ്റീസിനെ പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ ഫംഗ്ഷനാലിറ്റീസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനെ അക്യൂർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ഇറ്റ്സ് അനദർ ക്ലാസ് ഇസ് ഡിറൈവഡ് ഈസ് കാൾഡ് ബേസ് ക്ലാസ് ആൻഡ് സൂപ്പർ. ദേ ആർ ഡിവൈഡഡ് ഇൻടു ബേസ് ക്ലാസ് ഓർ സൂപ്പർ ക്ലാസ്. അങ്ങനെ എഴുതി വെച്ചാലും മതിയാവും, അത്രയും മതി. ഓക്കെ, ബേസ് ക്ലാസ് ഓർ സൂപ്പർ ക്ലാസ്. ദ ക്ലാസ് വിച്ച് acquires properties and functionalities from another class is called a derived class or subclass. അപ്പം ഈ ബേസ് ക്ലാസ് ഓർ സൂപ്പർ ക്ലാസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡിവിഷൻ കാര്യങ്ങളാണ്. അടുത്ത് നമുക്ക് അതേ ഫസ്റ്റ് എഴുതിയ സെയിം ഇതിനെ തന്നെ വീണ്ടും ഓക്കെ കണ്ടില്ലേ, ഒബ്ജക്ട്സ് ഓഫ് ഓൺ ക്ലാസ് അക്യൂർ പ്രോപ്പർട്ടീസ് ആൻഡ് ഫംഗ്ഷനാലിറ്റീസ് ഓഫ് അനദർ ക്ലാസ് വിച്ച് അക്യൂർ പ്രോപ്പർട്ടീസ് ആൻഡ് ഫംഗ്ഷനാലിറ്റീസ് ഫ്രം അനദർ ക്ലാസ് ഈസ് കാൾഡ് ഡെറൈവ്ഡ് ക്ലാസ് ഓർ സബ് ക്ലാസ്. ആ വരി തന്നെ വീണ്ടും എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, ഇത്രയും എളുപ്പത്തിൽ വേറെ ആരെങ്കിലും പറഞ്ഞു തരൂ? ഇനി അടുത്ത് വലിയൊരു സംഭവം വരാൻ കിടക്കുന്നുണ്ട്, പേടിക്കേണ്ട. ഡിഫറെന്റ് ഫോംസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇത് വേണ്ട, ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് വരച്ച് പോവാം. ഡിഫറെന്റ് ഫോംസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് പല രീതിയിൽ ഇതിനെ മാറ്റാനായിട്ട് പറ്റും. ഇൻഹെറിറ്റൻസ് ആർ സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, ഹയറാർക്കിയൽ ഇൻഹെറിറ്റൻസ്, ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഇത്രയും വലിയൊരു മലയെ ഇത്രയും ചെറുതാക്കി കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു 5 കാര്യങ്ങളെയും കൂടെ ഞാൻ ഇവിടെ വളരെ മനോഹരമായ രീതിയിൽ ഒരു കഥയുടെ രൂപത്തിൽ നമ്മളിപ്പോൾ അവതരിപ്പിച്ച് കാണിച്ച് തന്നിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. സിംഗിൾ ആണ്, മൾട്ടിപ്പിൾ ആണ്, മൾട്ടി ലെവലാണ്, ഹയറാർക്കിയൽ ആണ്, ഹൈബ്രിഡ് ആണ്. ഓക്കെ, സിംഗിൾ ആണ്, പിന്നെ അവൻ മൾട്ടിപ്പിൾ ആയി, പിന്നെ അവൻ മൾട്ടി ലെവലായി, പിന്നെ ഹയറാർക്കിയലായി, പിന്നെ ഹൈബ്രിഡായി. ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി കാര്യം കൂടെ പഠിക്കാം. അപ്പോൾ ഹയറാർക്കിയലിന്റെ നമുക്ക് ഇൻഹെറിറ്റൻസിന്റെ ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പോളിമോർഫിസം. പോളിമോർഫിസം എന്ന് പറയുമ്പോൾ നമ്മൾ മോർഫിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒന്നിനെ ചേഞ്ച് വരുത്തുന്നതാണ് അല്ലെ, ഒരു പിക്കിനെ നമ്മൾ ചേഞ്ച് വരുത്തുന്നതാണ് മോർഫിംഗ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടു പ്രോസസ് ഒബ്ജക്ട്സ് ഡിഫറെന്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദ ഡേറ്റ ടൈപ്പ് ഓഫ് ക്ലാസ്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ പറയാൻ വരുന്നത് വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് എ എബിലിറ്റി. പോളിമോർഫിസം എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഒരു എബിലിറ്റിയാണ്, ഒരു കഴിവാണ്. എന്തിനു വേണ്ടിയിട്ട്? ഡിഫറെന്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദെയർ ഡേറ്റ ടൈപ്സ്. ഡേറ്റ ടൈപ്പിനും ക്ലാസ്സിനും അനുസരിച്ച് അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവിനെയാണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഒരു കഴിവിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. There are 2 types of polymorphism. അവിടെ നമുക്ക് എത്ര 2 ടൈപ്പ് ഓഫ് പോളിമോർഫിസം ഉണ്ട്. കമ്പൈൽ ടൈമും റൺ ടൈമും. കമ്പൈൽ ടൈമും റൺ ടൈമും. നമ്മൾ മെമ്മറി അലോക്കേഷൻ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചില്ലേ? അതിലെന്താ പറഞ്ഞത്? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത് എന്തിനെയാണ് നമ്മൾ പറഞ്ഞത്? ഏർലി ബൈൻഡിങ്. ഏർലി ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ളത്. ഓക്കെ, ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു?
റൺ ടൈമിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സേവ് ചെയ്യുന്നതിനെയാണ് ഡൈനാമിക് എന്ന് പറഞ്ഞത്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നതിന് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ റെക്കോർഡ് ആകുന്നതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞത്. ഇത് തന്നെയാണ് ഇവിടെയും വരുന്നത്. കമ്പൈൽ ടൈം എന്നും റൺ ടൈം എന്നും പറയുന്നത് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തന്നെയാണ്. സ്റ്റാറ്റിക്കിന്റെ കാരണം എന്താണെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എയർലി ബൈൻഡിങ്, നേരത്തെ ആവും. ഡൈനാമിക് ആണെങ്കിൽ ലേറ്റ് ആയിട്ടായില്ല എന്നുണ്ടെങ്കിൽ റൺ ടൈമിലാവും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പം സ്റ്റാറ്റിക് പോളിമോർഫിസവും ഡൈനാമിക് പോളിമോർഫിസവും ഒക്കെ അല്ലേ. ഇനി നമുക്ക് കമ്പൈൽ ടൈം പോളിമോർഫിസം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതങ്ങനെ ചോദിക്കാറില്ല, നമുക്കത് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് എ കമ്പൈലർ ടു ബൈൻഡ് എ ഫംഗ്ഷൻ കാൾഡ് വിത്ത് ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഡ്യൂറിങ് ദ കമ്പൈൽ. ഇതൊന്നും വേണ്ട. നമുക്ക് ആകെ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കമ്പൈൽ ടൈം പോളിമോർഫിസത്തിനകത്ത് ആവശ്യമുള്ളത് പ്രോഗ്രാം എക്സിക്യൂട്ട് ബിഫോർ എക്സിക്യൂഷൻ മാത്രം മതി. ഓക്കെ, ഇതിനകത്ത് ഈ ഒരു കാര്യം മാത്രം എഴുതി വെച്ചാൽ മതി. കമ്പൈൽ ടൈം, ഏർലി ബൈൻഡിങ്, സ്റ്റാറ്റിക് പോളിമോർഫിസം. സ്റ്റാറ്റിക് പോളിമോർഫിസത്തിനകത്തുള്ള കമ്പൈൽ ടൈം എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ്. സ്റ്റാറ്റിക് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? നമുക്ക് ഡ്യൂറിങ് അതിനല്ല, ഏർലി എന്നുള്ള വാക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് തന്നിരിക്കും. റൺ ടൈം എന്നും ലേറ്റ് ബൈൻഡിങ് എന്നുണ്ടെങ്കിൽ പോളിമോർഫിസത്തിൻ്റെ മാർക്ക് നമുക്ക് തന്നിരിക്കും. ഓക്കെ, ഇത് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഓക്കെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ് പല ക്വസ്റ്റ്യൻസും. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച ചോദ്യമാണ്, അതുകൊണ്ടാണ് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, പ്രൊട്ടക്ട് ഡേറ്റ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്. ഞാൻ എൻ്റെ ചാനലിനെ പറഞ്ഞു, നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആവശ്യമുള്ളത് മാത്രം കാണിക്കുന്നുണ്ട്. പുറത്തുനിന്നുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ആവശ്യങ്ങളില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നത് എന്തിലായിരുന്നു? എൻകാപ്സുലേഷൻ. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ റൈറ്റ് ഇൻ 2 അഡ്വാൻറ്റേജസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഇതിവിടെ കാണിക്കുന്നില്ല. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ അതിനകത്ത് വരുന്നതാണ്. ഓക്കെ, വാട്ട് ആർ ദ 2 അഡ്വാൻറ്റേജസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗിൻ്റെ 2 അഡ്വാൻറ്റേജസ് എന്തായിരുന്നു? സെക്യൂർ ആണ്, ഞാൻ പറഞ്ഞില്ലേ, സെക്യൂർ ആണ്. പിന്നെ എന്താണ്? ഈസി ടു കോഡാണ്. ഓർമ്മ വന്ന ആ ഒരു കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചാൽ മതി. കോഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ്, അതുപോലെ തന്നെ സെക്യൂർ ആണ്. വാട്ട് ഡു യു മീൻ ബൈ ഇൻഹെറിറ്റൻസ് ഇൻ C++? സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ്. ഓക്കെ, ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? നമ്മൾ നേരത്തെ ക്ലാസ്സിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതിനെ നമ്മൾ വീണ്ടും സെയിം ആയിട്ട് താഴെ എഴുതി വെച്ചാൽ മതി. പിന്നെ നമ്മൾ ചോദിക്കുന്ന കാര്യമാണ് ഇൻഹെറിറ്റൻസിൻ്റെ എക്സാമ്പിൾസ്. സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്താണ്? ഹയറാർക്കിയിലുണ്ട്, ഹൈബ്രിഡ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി നമുക്ക് സെയിം നമ്മൾ നേരത്തെ നോക്കിയ അതേ ചോദ്യങ്ങളാണ്. PPO കമ്പയർ പ്രൊസീജിയർ പ്രോഗ്രാമിംഗ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെ ഒരു ടേബിളായിട്ട് നമ്മൾ പറഞ്ഞു. ഇതിന് നേരെ എതിരായിട്ട് ഒരുത്തനുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നു? പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ആണ് അതിൻ്റെ എതിരായിട്ടുള്ള ഒരുത്തൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റ്സിന്റെ നേരെ വിപരീതം മാത്രം എഴുതി വെച്ച് കൊടുത്താൽ മതി. ഡിഫൈൻ പോളിമോർഫിസവും വാട്ട് ആർ ഇറ്റ്സ് ടൈപ്സും ഇപ്പോൾ തൊട്ട് മുന്നേ മുകളിൽ കണ്ടതാണ്. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് പാഠത്തിലേക്ക് പോവാം. ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ്. ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ദ സ്ട്രക്ചർ ഈസ് എ വേ ഓഫ് ഓർഗനൈസിങ് സിമിലർ ഓർ ഡിസിമിലർ റിലേറ്റഡ് ഡേറ്റ ഐറ്റംസ് ആസ് എ സിംഗിൾ യൂണിറ്റ്. ഇത് നമുക്ക് പറയുമ്പോൾ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ ചോദ്യങ്ങൾ പഠിച്ച പോലെ തന്നെ പറഞ്ഞുതരാം. പാഠത്തിൻ്റെ പേര് തന്നെ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻസ് എന്നാണ്. A data structure is a way of organizing similar or dissimilar related data items as a single unit. A data structure എന്ന് പറയുന്നത് സിമിലർ ആയിട്ടും ഡിസിമിലർ ആയിട്ടുമുള്ള ഡേറ്റ ഐറ്റംസിനെ സിംഗിൾ യൂണിറ്റിൽ കൊണ്ടുവരുന്നതിനെയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നതും ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടത് ഈ ഒരു ഫോട്ടോയാണ്, ഈ ഒരു ഫ്ലോ ചാർട്ടാണ്. ഡേറ്റ സ്ട്രക്ചർ, സിമ്പിൾ ഡേറ്റ സ്ട്രക്ചർ, കോമ്പൗണ്ട് ഡേറ്റ സ്ട്രക്ചർ, അറേ സ്ട്രക്ചർ, ലീനിയർ, നോൺ ലീനിയർ, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്, ട്രീ, ഗ്രാഫ്. ഓക്കെ, ഇത്രയും ഞാൻ പറഞ്ഞുതരാം. ഇതിന് ഓരോന്ന് ഡിഫൈൻ ചെയ്ത് നമുക്ക് താഴെ പോകുമ്പോൾ ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ താരം. ഓവർഫ്ലോ ആൻഡ് അണ്ടർഫ്ലോ. ഓക്കെ, ഇതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു കാര്യമുണ്ട്.
ഈ നെയിം വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യാത്തത്. വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു മിനിറ്റ്. ഓപ്പറേഷൻസ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ: ട്രാവേഴ്സിങ്, സെർച്ചിങ്, ഇൻസേർഷൻ, ഡിലീഷൻ. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ് ഓൾ എലമെന്റ്സ് ഫ്രം ദ ഫസ്റ്റ് ടു ലാസ്റ്റ് ഇസ് നോൺ ആസ് ട്രാവേഴ്സിംഗ്. ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഓടിച്ച് നോക്കുക, ആദ്യം മുതൽ അവസാനം വരെ, ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ഒന്ന് അറിഞ്ഞു വെക്കുന്ന കാര്യമാണ്. പ്രോസസ്സ് ചെയ്യുന്ന ഒരു എലമെന്റിനെയാണ് പറയുന്നത് ട്രാവേഴ്സിംഗ്. സെർച്ചിങ് എന്ന് പറഞ്ഞാൽ ഫൈൻഡിങ് ലൊക്കേഷൻ ഓഫ് എ പർട്ടിക്കുലർ എലമെന്റ്. ഒരു സെർച്ചിങ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഒരു ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യുന്നതിനെയാണ് സെർച്ചിങ് എന്ന് പറയുന്നത്. പുതിയൊരു ഐറ്റം ഇൻസേർട്ട് ചെയ്യുന്നതിന്, ആഡിങ് എ ന്യൂ ഐറ്റം ഇൻ എ ഡാറ്റ സ്ട്രക്ചറിനെയാണ് ഇൻസേർഷൻ എന്ന് പറയുന്നത്. റിമൂവിങ് എ ഡാറ്റ സ്ട്രക്ചറിനെയാണ്, റിമൂവിങ് എൻ ഐറ്റം ഫ്രം എ ഡാറ്റ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഡിലീഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തുള്ളതാണ് സോർട്ടിങ്. സോർട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് അറേഞ്ചിങ്, ഒന്നൊന്ന് അടുക്കി പറക്കി വെക്കുന്നത്. അസെൻഡിങ് ഓർ ഡിസെൻഡിങ്ങിൽ നമ്മൾ അതിനെ രണ്ടിനെയും അടുക്കി പറക്കി വെക്കുന്നതാണ് സോർട്ടിങ് എന്ന് പറയുന്നത്. മെർജിങ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യത്തിനെ കൂട്ടിച്ചേർത്ത് ഒന്നാക്കുന്നതിനാണ് മെർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് മെയിനായിട്ടുള്ള ഒരു ഇതിൽ പോകാം. Overflow and underflow. There are two chances of errors occurring while adding or removing an item in a data structure. Once a data structure is full and when we are trying to add a new data structure into it, it is called overflow. നമ്മളൊരു സാധനത്തിലേക്ക്, ഒരു ക്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നിട്ട് വീണ്ടും അത് നിറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് നിറഞ്ഞു കളയുമല്ലേ? ഇത് തന്നെയാണ് ഇതിനകത്തും സംഭവിക്കുന്നത്. ഇതിനകത്ത് രണ്ട് സാധ്യതകളാണുള്ളത്. നമുക്കതിനകത്തൊരു ഡാറ്റ സ്ട്രക്ചറിനകത്തൊരു ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ അത് ഫുള്ളായി കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓവർഫ്ലോ ആകുന്നതിനെയാണ്, അത് എന്താണ്, കുറച്ചുകൂടെ പുറത്തോട്ട് വരുന്ന, റിമൂവിങ് ഡേറ്റ ഫ്രം ദ മീൻസ് അതിനകത്തുള്ളതിനെ കൊണ്ട് അത് പുറത്തോട്ട് വരുന്നതിനെയാണ് ഓവർഫ്ലോ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. വി ആർ ട്രൈങ് ടു റിമൂവ് എൻ ഐറ്റം ഫ്രം ദ ഡേറ്റ സ്ട്രക്ചർ ഈസ് എംപ്റ്റി ഈസ് കാൾഡ് അണ്ടർഫ്ലോ. ആ ഒരു ഡേറ്റ സ്ട്രക്ചർ ഫുള്ളായതിനു ശേഷം അതിനകത്ത് നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ അണ്ടർഫ്ലോ എന്ന് പറയുന്നു. അത്രേ ഉള്ളൂ, നേരെ ഓപ്പോസിറ്റ് ആണ്. ഇനി അടുത്ത സ്റ്റാക്ക് എന്ന് പറയുന്നത് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കും. സ്റ്റാക്കിനകത്ത് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ലിഫോ. ലിഫോ എന്ന് പറയുമ്പോൾ ഫിഫാനെ ഓർത്ത് വെക്കരുത്. ലിഫോ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് ഔട്ട്, ആരാണോ ലാസ്റ്റ് വരുന്നത് അവൻ ആദ്യം പോകും. ഇപ്പം നമ്മൾ ഒരു ടീച്ചറിൻ്റെ അടുത്ത് ബുക്ക് കൊണ്ട് വെക്കുമ്പോഴത്തേക്കും നമ്മൾ എന്താണ്, അവസാനം കൊണ്ട് വെക്കാനായിട്ട് നിൽക്കും. പക്ഷേ ടീച്ചർ ആദ്യം എടുക്കുന്നത് ആരായിരിക്കും? നമ്മളെ ബുക്കായിരിക്കും. അതാണ് സ്റ്റാക്കിൻ്റെ കുഴപ്പം. അവസാനം പോകുന്നത് ആരാണോ അവന് ഒരു എളുപ്പമില്ലാണ്ട് ആദ്യം പോകാൻ പറ്റും. ബുക്കിലാണെങ്കിൽ അവന് പണി കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അവൻ്റെതായിരിക്കും, ആൻസർ ഷീറ്റ് ആണെങ്കിൽ അവൻ്റെതായിരിക്കും ആദ്യം നോക്കുന്നത്. അപ്പം അതാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിൻ്റെ കുഴപ്പം. അടുത്ത് നമുക്ക് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെക്സ്റ്റ് ക്യൂ ഉണ്ട്. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്നവൻ ആദ്യം പോകും, ലാസ്റ്റ് വരുന്നവൻ ലാസ്റ്റ് പോകും. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ആദ്യം വരുന്നവൻ ആദ്യം പോകും. അതാണ് ഫിഫോ. ഓക്കെ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. മറ്റേതെന്താണ്? ലിഫോ. ലിഫോയും ഫിഫോയും തമ്മിൽ തെറ്റിപ്പോകരുത്. ലിഫോ, ലിഫോ. മറ്റവൻ ഫിഫോ. ഓക്കെ, മറ്റവൻ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ആദ്യം ലാസ്റ്റ് വന്നിട്ട് ആദ്യം പോകുന്നു. ഇവരാണെങ്കിൽ ഫസ്റ്റ് വന്നിട്ട് ഫസ്റ്റ് പോകുന്നു. ഇത്രയും തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. ഇതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. ഓക്കെ, ഇനി അടുത്ത് ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ പോയിന്റർ നോക്കിയതുപോലെയാണ്. നമ്മളൊരു സ്റ്റാർട്ട് ചെയ്യുന്നു, നെക്സ്റ്റ് ഇത് ചെയ്യുന്നു, അടുത്ത മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതിന് ശേഷം വരാൻ പോകുന്ന ആളുടെ ഒരു അടയാളം ഇവിടെ ഉണ്ടാവും. അടുത്ത് അതിന് ശേഷം വരുന്ന ആളുടെ ഒരു അടയാളം ഇവിടെ ഉണ്ടാവും. അതിനുശേഷം വരുന്ന ഒരാളുടെ അടയാളം ഇവിടെ ഉണ്ടാവും. അപ്പം ഓരോ അടയാളങ്ങളും പുറകിലേക്ക് വെച്ച് പോകും. നമ്മൾ പോയിന്റർ പഠിച്ചില്ലേ, അത് തന്നെയാണ് സെയിം സംഭവം. ഇറ്റ് ഈസ് എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഹെൻസ് ദർ ഈസ് നോ ലിമിറ്റ് ഇൻ നമ്പർ ഓഫ് ഐറ്റംസ്. ഇത് പോകുന്നതിന് നമ്പർ ഓഫ് ഐറ്റംസിന് ഇതൊന്നുമില്ല, എന്താണ്, ലിമിറ്റ് ഒന്നുമില്ല. ഇറ്റ് ഈസ് കളക്ഷൻ ഓഫ് നോട്ട്സ്. നോട്ട്സിൻ്റെ ഒരു കണക്ഷനാണ്. ഇത് നമ്മൾ നോഡെന്നാണ് പറയുന്നത്. ഒരു കൊച്ചു കൊച്ചു പീസുകളുടെ നമ്മൾ നോഡെന്ന് പറയും. അതിൻ്റെ ഒരു കണക്ഷനെയാണ് നമ്മൾ പറയുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്കെന്താണ്, നമുക്ക് മുമ്പ് പോകുന്ന ഒരാൾ, ഇപ്പം നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ലാസ്റ്റ് നോഡിൽ ഒരു സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നള്ളെന്നാണ് പറയൽ. ഇത് മൊത്തം വരച്ച് കൊളാക്കുന്നില്ല. ഇതിൽ നെക്സ്റ്റ് വരാനുള്ള ആളുടെ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ഇല്ലല്ല. അതിനെയാണ് നമ്മൾ നള്ളെന്ന് പറയും. നമുക്ക് നള്ളെന്ന് പറയാം. ബാക്കി ഓരോ ഇതും വെച്ച് പോകുന്ന ആളിനെ നമുക്ക് വേണമെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയാം. ഓക്കെ, നോഡെന്ന് പറയാം. അതിന് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് നമ്മൾ മൊത്തത്തിൽ പറയുന്നതാണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തേർഡ് ചാപ്റ്ററും കൂടെ നിർത്തിയിട്ട് നമുക്ക് നിർത്താം. നമുക്ക് നേരത്തെ ഒരു സ്പെഷ്യൽ നമ്മുടെ ഒരു പ്രീമിയം ബാച്ചിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഫുൾ കവർ ചെയ്ത് കൊടുക്കുന്നത് അതേ സെയിം ക്ലാസ് തന്നെയാണ് നമ്മൾ ഇതിനകത്തും വിടുന്നത്.
അപ്പോൾ നാളെ രാവിലെ മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ട്രയലാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് വീണ്ടും നമ്മൾ ഇതേ മെത്തേഡിൽ ഇതേ ശൈലിയിൽ ഇതിലും മികച്ച രീതിയിൽ നമ്മൾ ഒരിക്കൽ കൂടെ വീണ്ടും നമ്മൾ ക്ലാസ് എടുക്കും. അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിതിനകത്ത് നോക്കിപ്പോയത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ സ്ട്രക്ചർ. ഫ്രണ്ടിൽ നമ്മൾ കണ്ട ഒരു ഫ്ലോ ചാർട്ടില്ലേ, അത് തന്നെയാണ് നമ്മൾ ഒരു കൂടെ പഠിക്കും. ഗിവ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളതിനകത്ത് തൊട്ട് മുന്നേ നോക്കിയായിരുന്നു ലീനിയർ അല്ലാത്തത്. പിന്നെ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറും സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ലിഫോ നമ്മൾ പഠിച്ചു. പിന്നെ പുഷും ഡിലീറ്റിംഗ് ഫ്രം എ ക്യൂവും ഇൻസേർട്ടിങ് നമ്മൾ തൊട്ട് മുന്നേ ഒരു ചെറിയൊരു പോയിന്റ് ആയിട്ടാണ് പഠിച്ചത്. അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു PDF നമ്മളിലുണ്ട്. അതിന് നമ്മൾ ഫുള്ളും ക്രിയേറ്റ് ചെയ്ത് പഠിക്കും. നാളെ ഈ ചാനലിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇന്ന് കണ്ട പൂരമായിരിക്കില്ല മക്കളെ. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒന്നും നമ്മൾ വലിച്ചു നീട്ടൂല. ആവശ്യമുള്ള കാര്യങ്ങൾ മൊത്തം പഠിപ്പിച്ചിട്ട് ഉച്ചയ്ക്ക് മുന്നേ ഒതുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം പോയി കഴിഞ്ഞാൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനകത്ത് നമ്മൾ ഫുൾ ലൈവും കംപ്ലീറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നിങ്ങളെ കയ്യിൽ തരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനൽ ഇരിക്കുന്നത്. മറ്റ് ചാനലുകളെ കണക്ക് ഒരുപാട് വലിച്ചു, ഇപ്പം 1/2 മണിക്കൂർ കൊണ്ട് 3 ചാപ്റ്റർ തീർത്തു അല്ലേ. അപ്പം നമുക്കൊരു 9-10 ചാപ്റ്റർ തീർക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറിനകത്തൊക്കെ മതിയാവും. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഒരുപാട് മുഷിപ്പിക്കാനായിട്ട് നിൽക്കൂല. നമ്മളിത് കണ്ടു കഴിഞ്ഞു, ഈ ലൈവ് ചാറ്റ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും ഈ PDF വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടും. A+ ഷുവറാണ്. ഫുൾ മാർക്ക് കഴിഞ്ഞു വല്ലതും കിട്ടാനുണ്ടെങ്കിലേ ഉള്ളൂ. സോ പ്ലീസ് ബി ലേറ്റർ subscribe the channel for more videos. Then thank you for the next live. Be stay soon.